ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇന്നലെ മുതൽ ഇൻസ്റ്റഗ്രാമിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലയുടെ കേസ് തന്നെ എന്താന്ന് മനസ്സിലായില്ലേ? അതന്നെ. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവനെ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ പറ്റുമോ നോക്കി നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടീംസാണ് അതാ. കേട്ടോ, ആക്ച്വലി ഒരാൾക്ക് സർജറി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത് പബ്ലിക്കിൽ പറയണോ വേണ്ടെന്നുള്ള അയാളുടെ മാത്രം പേഴ്സണൽ കാര്യമാണ്. അപ്പൊ ഇപ്പൊ എന്റെ സർജറി കഴിഞ്ഞ ഒരാളാണ്, അപ്പൊ ഞാനത് പുറത്തേക്ക് പറയണോ വേണ്ടെന്നുള്ളത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് മറ്റൊരാൾ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക്കിന് അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. പിന്നെ ഈ ലോകത്തെ ഒരുപാട് ആളുകൾ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതൊന്നും ആളുകൾ പബ്ലിക്കിൽ ചർച്ച വിഷയമാക്കാറില്ല. അതായത് ഇപ്പൊ നമ്മളൊക്കെ അവന്റെ പെരിയിൽ പോയിട്ട് ഒരു ഒളിക്യാമറ വെച്ചിട്ട് ഇപ്പൊ എന്തൊക്കെ സർജറി ചെയ്തിക്കണോ, അല്ലെ ഇപ്പൊ കഴിക്കണോ, അല്ലെങ്കിൽ ഇപ്പം ചുരിദാർ ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേ സാരി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഗർഭമുണ്ടോ, ഇതൊക്കെ നമ്മളൊരു ഒളിക്യാമറ വെച്ച് കണ്ടുപിടിച്ചതാ. അല്ലാതെ ഇവനായിട്ട് പബ്ലിക്ക് കൊടുന്ന് വിട്ടതൊന്നുമല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് അതിന് മറുപടി കൊടുത്തതാണ് ആകെയുള്ള പ്രശ്നം. മറ്റേ ആടിറ്റൂലി പറയണ മാതിരി വെടി പൊട്ടിച്ചോനിക്കും മറ്റേ തിരികൊളത്തിയോനിക്കും ഒന്നും പ്രശ്നമല്ല. സൗണ്ട് കേട്ട ഞമ്മക്കാണ് ആകെയുള്ള പ്രശ്നം. അതേ അവസ്ഥ തന്നെ. ഇപ്പൊ കേട്ടില്ലേ എന്ത് നല്ല ന്യായീകരണം? ഇതൊന്നല്ല, ഞാൻ കാണിച്ചു തരാം. ജാൻമണിക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് കേട്ടോ കഥ. ഈ പൊക്കി കാണിച്ചു നല്ലൊരു വിഷയം തന്നെ ഭയങ്കര തെറ്റിദ്ധാരയിലേക്കാണ് പോയിക്കുന്നത്. കാരണം ഞാൻ താഴത്തത് കാണിച്ചു എന്നൊക്കെയാണ് എല്ലാരും പറയണത്. താഴത്തത് കാണിക്കൂലല്ലോ. അപ്പൊ അത് വേറെ വിഷയം. താഴത്തത് കാണിച്ചോ കാണിച്ചില്ലേന്നല്ല, ഒരു പെണ്ണിന് വീഡിയോ കോൾ ചെയ്തിട്ട് പൊക്കി കാണിച്ചു കൊടുത്തോ, അത് മതി. എവിടെ കാണിച്ചു കൊടുത്തു എന്നുള്ളതിലല്ല ഇവിടെ ചോദ്യം. ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റാത്ത തെണ്ടിത്തരാണ് ചെയ്തത്. ഇനി എന്തായാലും മറ്റൊപ്പം വരും. കാരണം അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിളിച്ചിട്ട് കാണുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങളും നോക്കൂ. ഇതിപ്പോ മലയാളം കിട്ടണമെങ്കിൽ എത്രയും അമർത്തുക. കണ്ണടിയിലെ കാണുന്ന പോലെ എല്ലാ സാധനം മാത്രം ഡിഫറൻസ് ഉള്ളൂ. അതാ പോയിട്ട് കാണുന്ന പോലെ അത് പോയിട്ട് കാണുന്ന മതി. പക്ഷെ നിങ്ങള് ആണുങ്ങളെ വിളിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങളതിന് പ്രതികരിക്കും. ഇത് മലയാളികളാണ്, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ നാട്ടില് സാരിയൊക്കെ എടുത്തിട്ട് പോയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് പൊന്തിച്ച് കാണിച്ചു കൊടുത്ത പ്രശ്നമില്ലായിരിക്കും. പക്ഷെ ഞങ്ങളുടെ നാട്ടിലത് പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? മുപ്പത്തിയേരിപ്പോ വന്നിട്ട് പറയാണ് എന്ത് ഓലിക്ക് ഓലെ സ്വന്തം തുണി കണ്ണാടിയിൽ വെക്കാ പോരെ. ഇത് മറ്റേ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് ആവശ്യപ്പെടണോന്ന് അല്ലയോ മറ്റേ എനിക്ക് വിളിച്ചിട്ട് എന്നാണ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ ഓലെ സംസാരം. അത് പിന്നെ ഒരേ ടീമാണ്. അതുകൊണ്ട് മറ്റേ ആ ഒരു ഗണത്തിൽപ്പെടുത്താം. എന്നാലും പോലെ ന്യായീകരണം നോക്കാം. കേക്ക് അടേ പോയിട്ട് കാണേ പോരെ. നിങ്ങൾ എന്തിനാ വണ്ടിട്ട് കാണുന്നേ? ഇതാണ് ഇപ്പൊ 36 ചോദ്യം. ഇതൊന്നും അല്ല, ഇത് കണ്ടമാനുണ്ട്. നേരല്ലെങ്കിൽ നിങ്ങൾ വിട്ടോളി. ഞാൻ എന്തായാലും ഇത് പറഞ്ഞിട്ട് തന്നെ പോണുള്ളൂ. അതായത് ഇവനെ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവലൊക്കെ ഈ തൊള്ളത്തിരിയാത്ത ഭാഷയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കണത്. ഇവിടുത്തെ ഇന്നും ആളുകളെ പോരാഞ്ഞിട്ട് ഇപ്പം പുറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടാണ് ഇപ്പൊ എനിക്ക് വേണ്ടി ന്യായീകരിപ്പിക്കണത്. എന്നാ ഓന്റെ ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെയാണ് പറയും ഇവൻ എത്ര വലിയ കള്ളനാണും എത്ര വലിയ ഫ്രോഡാണെന്നുള്ളത്. ചില ആൾക്കാർ പറഞ്ഞത് ജാസി പൂർണ്ണതയുള്ള പെണ്ണായി എന്ന് പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പൂർണ്ണതയുള്ള പെണ്ണായി എന്നുള്ളത്. ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എന്റെ കയ്യില് ഒരു തെളിവുമില്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറി കഴിഞ്ഞു. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. സ്ത്രീയായി മാറി വ്യക്തിയാണ്. കേട്ടില്ലേ? ഇതാണ് അവസ്ഥ. പറഞ്ഞ നുണണ് മറക്കണി ചെങ്ങായി. ഇത് എവിടേക്ക് എന്തൊക്കെയാ പറഞ്ഞു വിടുന്നെന്ന് ഓനിക്കന്നെ അറിയില്ല. അതാണ് അവസ്ഥ. കാരണം ഇപ്പൊ പറഞ്ഞ എന്താ, ഞാൻ എവിടെയും പൂർണ്ണ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ അതിന്റെ ആ ക്ലിപ്പുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്. അപ്പൊ അതിനെതിരെ സംസാരിക്കണോലാണ് അസൂയക്കാരാണ്, ഇവർക്ക് എന്തിന്റെ കളിപ്പാണ്, നിങ്ങൾക്ക് നിങ്ങളെ നോക്കൂ. മറ്റവന്റെ വക വേറെ വെളുപ്പിക്കല് എങ്ങനെയുണ്ട്? പിന്നെ എങ്ങനെ പറയായിരിക്കും? ഇവരൊക്കെ ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ ഈ മക്കൾക്കോ എന്ത് മോട്ടിവേഷനാ കൊടുക്കുന്നത്? ഇവരങ്ങനെ കയറൂരി വിടുക. എന്നിട്ട് നിങ്ങൾ എന്ത് തെമ്മാടിത്തരം ചെയ്തോ ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നേ അല്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കണം. എന്നാ പോലെ ഹാപ്പിയാണ്. അതിന് തൽക്കാലം സൗകര്യമില്ല, പറഞ്ഞും കൊണ്ടേയിരിക്കും. എന്നിട്ട് മോന്റെ വക വേറൊരു ഡയലോഗും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ മനസ്സിൽ നന്മയില്ല, അതുകൊണ്ട് എന്റെ കൂടെ ഉണ്ട്. നോണെന്നല്ല കേട്ടോ. ദൈവം എന്റെ ഭാഗ്യം. കാരണം എന്റെ മനസ്സിലെ കളങ്കം
കളങ്കമില്ല, എന്റെ മനസ്സിൽ നന്മയില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിൽ കളങ്കമല്ല, എന്റെ മനസ്സിൽ നന്മയില്ല. അതുകൊണ്ട് തന്നെ പറയണ്ടതാ കണ്ടോ. ദൈവം എന്റെ ഭാഗ്യം. ഞാൻ കാരണം എന്റെ മനസ്സില് കളങ്കമില്ല, എന്റെ മനസ്സിൽ നന്മയില്ല. അതുകൊണ്ട് എനിക്ക് ഇത് രണ്ടും ഇല്ല. അതെന്നെ പ്രശ്നം. അതിന് എതിരെന്നെ ഞങ്ങൾ സംസാരിക്കണം. അത് ഇനിയിപ്പോ ചിലപ്പോ വരും. അത് അസൂയക്കാരിട്ടത് കൊണ്ടാണ്. ആണ് അത് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞിട്ട്. അന്നൊക്കെ ഉണ്ടാക്കിയ വരെ ഇറങ്ങി തല്ലു. ഇത് വേറെ ആരുടെയെങ്കിലും കൊണ്ടുവരാ, ഈ ചെങ്ങഞ്ഞിട്ടൊന്നും ഇന്നെ കൊണ്ട് മല്ലിക്കെട്ടാവൂലെന്ന് പറയും. മനസ്സിലായോ? അത്രയൊക്കെ ഗുണമുണ്ട്. ഇതിൽ രണ്ടാളും പാടെ ഒരുമിച്ചിരിക്കുന്ന വീഡിയോ ഉണ്ട്, അത് കണ്ടാക്കണ. ഇതാ രണ്ടുപേരും കുങ്കുമത്തെ സഹിക്കുന്ന ആൾക്കാരെ, രണ്ടുപേരും കുങ്കുമട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഫുൾ ഓട്ടത്തില്ല, എനിക്ക് അറിയത്തില്ല വേറെ എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ലീഗലി മാരീഡ് ആണ് രണ്ടുപേരും. ഞാന് കല്യാണം കഴിക്കുന്നില്ല, അസമിലെ വാഴുന്നു. എന്റെ കല്യാണം ഉണ്ടാവും കേട്ടോ. അന്റെ ഇജ്ജ് പറയണ്ട, അന്റെ ഞങ്ങൾക്ക് അറിയാലോ, എല്ലാ ആഴ്ചയും ഉണ്ടാകണല്ലേ. അതുകൊണ്ട് ഉടനെ ഉണ്ടാവുന്നല്ലേ, ഗ്രാൻഡായിട്ട് നടത്തണമെന്നല്ലേ. അതിലപ്പുറം ഇജ്ജിപ്പോ ഒരു 4-5 കൊല്ലമായിട്ട് ഇത് സ്ഥിരം പറയുന്ന ഒരു നാമാണത്. എന്ത് അന്റെ കല്യാണം ഉണ്ടാവും, എല്ലാരെയും വിളിക്കണം, 4 കൊല്ലം കൂടി കഴിഞ്ഞാൽ പെൻഷൻ ആവുമല്ലോ. അപ്പൊ നമുക്ക് കാണാം കല്യാണം. ഞാൻ പറഞ്ഞില്ലേ എന്താണ് അത് ഓൻ പറയാൻ എനിക്ക് മനസ്സിലായിക്കണു. അത് ഗ്രാൻഡുമൊക്കെ എത്തുള്ളൂ എന്നുള്ളത്. കാരണം കൊല്ലങ്ങളായിട്ട് നമ്മളിത് കേൾക്കണല്ലേ. ഓന്റെ ഗ്രാൻഡും ഓന്റെ കൊല മുറിച്ചലും ഓന്റെ സർജറി ഇത് നമ്മൾ കേട്ട് ഇപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ച് ഏറെക്കുറെ ധാരണ ആയിക്കണു. ഇത് ഏതൊക്കെ സംഭവിക്കുക എന്നുള്ളത്. ഓനിക്കെതിരെ ഒരു സ്ത്രീ കംപ്ലൈന്റ് കൊടുത്തിക്കണു. എന്നിട്ട് അത് ഓൻ പറയുമ്പോ തന്നെ ഓന്റെ നാവ് വിളിക്കി. മനസ്സിലായോ? എങ്ങനെ? എനിക്കെതിരെ ഒരു ചേച്ചി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടെന്ന്. കേട്ടിട്ടില്ലല്ലോ, കേൾപ്പിച്ചേരാം. കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കാന്നെ കൊണ്ട്. പിന്നെ എനിക്കെതിരെ ഒരു വാസ്തവ അങ്ങനെ ഒരു ചേച്ചിയും കൂടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇതിന്റെ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കാന്നെ കൊണ്ട്. ഞാൻ ചെയ്തത് എന്റെ റീൽസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതില് മറ്റുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ സോറി പറയാണ്. പക്ഷെ അത് ഒരു റീൽസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു തമാശ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ എങ്ങനെയുണ്ട്? അതായത് ഓന്റെ ഗർഭമൊക്കെ റീൽസ് ആയി കണ്ടാൽ മതി, തമാശയായി കണ്ടാൽ മതി. മറ്റുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശാം വന്നിട്ടുള്ളത്. എന്നാലോ ആശാം സീരിയസ്ലി ഞാൻ പ്രഗ്നന്റ് ആണ്, സീരിയസ്ലി നിങ്ങൾ കണ്ടോളി, സീരിയസ്ലി ഓന്റെ ഒരു സീരിയസ്ലി ഓന്നിട്ട് മതി കുങ്കുമോ പൊട്ടൊക്കെ ഇട്ടിട്ട് ഓൻ സകല പരിപാടിക്ക് പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് ഇൻഷാ അല്ല ഓൻ ഭയങ്കര വിശ്വാസിയല്ലേ. അതേമാതിരി എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കണ വലിയ നന്മയുള്ള മൊയന്താണ് അവന്. ഇജെന്തൊക്കെ നോണറിഞ്ഞിട്ടും കാര്യമില്ല, ഒരു മെനയാവൂല. എടാ ചെങ്ങായി ചക്കക്ക് വരെ പള്ളയിലുണ്ടായി അറിഞ്ഞുകൂടെ? ഇജിപ്പോ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് പിന്നെ ഈ വെച്ച് പിടിപ്പിച്ചാൽ നടക്കണില്ലേ? അതൊക്കെ സൃഷ്ടാവ് ഒരു ചക്കക്ക് വരെ കൊടുത്തുക്കണു, എന്നിട്ടും അനക്ക് തന്നില്ലല്ലോ അല്ലേ? ഇതാ കണ്ടോ? കണ്ടേ? ഇതിനല്ലേ ഈ ലക്ഷങ്ങൾ മുഴുവൻ ഇതൊരു ചക്ക പിലാവ് വെക്കണേന്ന്. മനസ്സിലായോ? അതാണ് ഇപ്പൊ ജിണ്ടെന്നും പറഞ്ഞിട്ട് ശിയേഷിലി നാടനലി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നടക്കുന്നത്. ഇത്ര പോരില്ല ചങ്ങായി. വല്ല ചാക്കേറ്റാനും ബൈക്കൂടെ, അല്ലെ തെങ്ങമ്മ കയറാൻ ബൈക്കും, എന്നാലും ഉണ്ടൊരു അന്തസ്. ഇതൊരു ചെറുക്കിനെയും പിടിച്ച് വെച്ചിട്ട് ഈ കുറേ കൊലകളെ അടി കൂടെ ഇങ്ങനെ നടക്കപ്പന്. ഇന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇന്റെ സർജറി കഴിഞ്ഞു, ഞാൻ ഇന്ന് പെറും, ഞാൻ നാളെ തൂറുന്നും പറഞ്ഞുകൊണ്ട് ഉളുപ്പും നാണോമാനല്ലെങ്കിൽ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്റെ ആശി പണ്ട് പറഞ്ഞ വോയിസ് ഇപ്പോഴും എന്റെ അടുത്തുണ്ട്. അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എന്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോ വീട്ടുകാരൊക്കെ തിരിച്ചു പോകാന്നാ പറയുന്നത്. പിന്നെന്താ ഈ റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല. എന്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ എന്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവന്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവന്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കണേ. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസ് ആണ് എല്ലാം അറിയാം. അത് ഞങ്ങൾക്ക് അറിയാം, ഇത് പറയണ്ട. കാരണം ഈ പരിപാടിക്ക് വരെ എന്നെ കൊടുത്തിട്ടില്ലല്ലോ. അത് അത്ര തന്നെ ഉള്ളൂന്ന് ഞമ്മക്കറിയാം ചെങ്ങായി. ആ പാവം ഉമ്മ ഇടങ്ങാറാകുന്ന അറിയാം. ഇവ എന്നെ വെച്ചിട്ട് ഒരു മുതലെടുപ്പ് നടത്തുകയാണ്, അത് എനക്കും അറിയാം. പക്ഷെ ഇപ്പൊ എനക്ക് എന്താണ് പണവും മണി, അതാണ് അയിമേജ് കൂടിയിരിക്കണേ. കേക്ക് എന്റെ സങ്കടം ഞാൻ കേക്കൂടാ. എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല. ഞാൻ ഷോപ്പിൽ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത്. ആ പ്രൊമോഷന് വേണ്ടിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്ന നടക്കാം. ഓക്കെ, പ്രൊമോഷൻ വേണ്ടിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്ന നടക്കാം. പിന്നെന്താ, എനിക്ക് വേറെ ജോബ് കിട്ടി ഞാനൊക്കെ സെറ്റായി നാട്ടിൽ പോയിട്ട് വരാം. ഇപ്പൊ എന്റെ നാട്ടിലേക്ക് വിടില്ല. എന്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ്. അപ്പൊ ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് നന്ദിനി റെഡ്ഡി പറഞ്ഞ പെൺകുട്ടിനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ ഹെൽപ്പ് ചെയ്യാം. ഇതിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെ കണ്ടിട്ട് കഴിച്ചു ഇവിടെ ഭയങ്കര പെയിനാണ്. ഇതെന്നെ കടിച്ച് മൊബൈലിൽ വെച്ച് കൂട്ടിയതാണ്. ഇതൊക്കെ
കടിക്കുമ്പോൾ വലുത് നെഗപ്പാടാണ് ഗൈസ്. പിന്നെന്താ, സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ളൂ വീഡിയോ, അതിൽ ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. വേണ്ട 3 മിനിറ്റിന് ധാരാളം, മനസ്സിലായോ? എൻ്റെ 3 മിനിറ്റ് കേൾക്കണ തന്നെ ഞങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ ഭയങ്കര റാഹത്താ. വേറെ ഒന്നും കൊണ്ടല്ല, ഇജാതി അടി ആ ചങ്ങാടി ഇരുന്ന് വാങ്ങിയിട്ട് പിന്നെ ഇജ് ഓന്റെ പിന്നാലെ പോയപ്പോഴോ എൻ്റെ വാപ്പാടെ പ്രായമില്ലേ ചങ്ങായി ഈ ജാസിക്ക്. ഒന്നാ ചിന്തിച്ചുകൂടി എനക്ക്. എന്ത് കണ്ടിട്ടാ കായും പണം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ ഇത്ര ഉളുപ്പും ഉസുറും ഇല്ലാത്തവരായി മാറും? ഒരു പിടുത്തമല്ല. എന്നിട്ട് ഇപ്പൊ ഓന് പറയണേ പഠിച്ച തമ്പുരാനെ ഇറങ്ങി വന്നാലേ ശരി. അവന്റെ തൊണ്ടും ചെറിയും കണ്ടിക്കണം. ഓണ്ട് ഇരിക്കുമ്പോ ഓൻ ഫ്രീക്കനയക്കുക. പഠിച്ച തമ്പുരാനെ ഇറങ്ങി വന്നാലേ ശരി, എന്നെ ഈ ജാഷിനെ പിരിച്ചാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ്റെ ആ തോണ്ടടക്കി ഒന്ന് കൊടുക്കാന്ന് തോന്നുന്നു. ഓനെ ന്യായീകര തൊഴിലാളികളോട് എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഒരു പെണ്ണിനെയും വിളിച്ചിട്ട് വീഡിയോ കോളും ചെയ്ത് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് മറ്റവന്റെ ഭാഗം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടൂടെ. എന്നിട്ടിപ്പോ ഓനെ പൈന് വെളുപ്പിച്ചാൻ വന്നേക്കുള്ളതാ. ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. നീ വീഡിയോ ഓൺ ആക്കണ്ട, നിനക്ക് കാണാലോ, ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ 2 ബട്ടൺസ് തുറന്നിട്ടാണ് ഞാൻ അതിൽ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ. പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് ജാസി മറ്റേ പുറത്തൊക്കെ പോയ ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു, ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറഞ്ഞു പരത്തിയത്. അപ്പൊ അത് ആരടാ അവരെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറയുന്നു? അത് എന്തൊക്കെയോ ഇല്ലാത്തത് പറയുന്നു. ഓൻ പറയുന്നത് മുഴുവങ്ങളാണ് വിശ്വസിക്കുക. ഇങ്ങോട്ടൊന്നും പറയരുത്. അതൊക്കെ നിങ്ങൾക്ക് അസൂയണ്ട് പറയണേ കേട്ടോ. ാണ് ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു, ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ എനിക്കറിയില്ല എന്താണ് പിന്നെ പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതും എനിക്കറിയില്ല എന്താ ചെയ്ത്. അതായത് ഓൻ്റെത് മുഴുവൻ തുറന്ന് കാണിച്ചിട്ട് നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നിങ്ങൾ നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹം കൊടുത്തുക്കണു. അലൻസ് പാട്ട അനുഗ്രഹം കൊടുത്തു വിട്ടതാ. പിന്നെ എന്താന്ന് എനിക്കറിയില്ല. ഇവന്റെ സ്ഥിരം നാറിയ ഡയലോഗാണുള്ളത്. ചെയ്യേണ്ടത് അമ്മാടത്തിനൊക്കെ ചെയ്തിട്ട് പിന്നെ എനിക്കറിയില്ല. അന്ന് മറ്റേ എന്താ പറയാ അത്രയും ആ ഗർഭക്കേസ് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത് നിനക്ക് മെനയാവും, ഇതിൽ കുടുങ്ങും, പെണ്ണുങ്ങൾ ആരെങ്കിലും കേസ് കൊടുത്താൽ ഇജ്ജ് പെടും എന്നുള്ളത്. അന്നും എനിക്ക് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്ന് നെയ്സിലൊരു മാപ്പ് പറച്ചില്ല, എന്ത് ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു. അപ്പൊ എന്തായി? അന്ന് നമ്മൾ കേട്ടത് ഫുൾ തമാശയായിരിക്കണം. എന്നാൽ നമ്മളിത് തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് സീരിയസ്ലി ആണ്. ഈ ഇത് സംഗതിയുടെ പൊളിഞ്ഞ പിന്നെ അതൊക്കെ നാടനില്ല. എങ്ങനെ? ഇതാണ് ഇവന്റെ അവസ്ഥ. വളരെ മോശമായിട്ട് എന്റെ അച്ഛനൊക്കെ പറഞ്ഞ് ആ സമയങ്ങളിൽ ഞാൻ ഓന്റെ അച്ഛനെ പറഞ്ഞത്രേ. കേക്കണം, അതാ പറയണത്. ഓന്റെ ഖബറ് കഴിഞ്ഞപ്പോ ഓന്റെ അച്ഛനോട് മലക്കുകൾ പറയുന്നുണ്ടാവും, ഏട്ടോ നിങ്ങളുടെ മോനാണ് ആ ചുരിദാർ ഇട്ടിട്ട് അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങളുടെ മലക്കുകൾ പറയുന്നുണ്ടാവും. കാരണം ഇവിടുന്ന് മരിച്ച് മയ്യത്ത് കൊണ്ടുപോകണ വരെ വാപ്പയായിരുന്നു. ഇപ്പൊ നേരെ ഖബറിലൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചപ്പോ അത് അച്ഛനായി മാറി. ഇവനൊക്കെ ഏതാ മുതലരിച്ചിട്ടാണ്? ഇവനൊക്കെ രാഷ്ട്രീയത്തിക്ക് പറ്റും. ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറാനും കൂറ് മാറാനും ഇവനെ കഴിച്ചിട്ടേ വേറെ ആരും ഉണ്ടാകുക. എന്നിട്ട് പോണിക്ക് അച്ഛനാത്രേ, അച്ഛൻ മറ്റേ ഇവൻ പറഞ്ഞ മാതിരി ഇതാണ് എന്റെ അച്ഛൻ. അവന്റെ അച്ഛനെ പറഞ്ഞതിൽ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു എനിക്ക്. ഇവന്റെ മഹിമത്ത് പറഞ്ഞ തീരെയല്ല. കാരണം എന്താ അറിയോ, ഇവനോട് ആരെങ്കിലും ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ ഇവൻ വിചാരിക്കണ ഇവനെ ഫുള്ള് സപ്പോർട്ടിങ് ആണ്, ഇവനെ ഫുള്ള് അക്സെപ്റ്റ് ചെയ്തത്. ഇവൻ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് വച്ച നോണയെന്ന് കേൾക്കണോൽക്ക് അറിയാം. അപ്പൊ എന്താവും, ഓല അതിനെ കുറിച്ചിട്ട് പിന്നെ സംസാരിക്കും. അത് അസൂയ. അതാ കേട്ടോക്ക. നീ സർജറി രഞ്ജുവിന് ഞാൻ കുറെ കമന്റ് ബോക്സിൽ കണ്ടു. എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, നീ സർജറി കഴിഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ടില്ലെങ്കിൽ അവര് അക്കൗണ്ടിൽ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതുന്നതും അത് എന്നെ ആൾക്കാർ ടാഗ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ രഞ്ജുവിന് ഓൾറെഡി എന്റെ കോൺടാക്ട് ഉള്ള ആളാണല്ലോ, നമുക്ക് വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആളുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു എന്താണ് ജാസി ഏത് സർജറിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലെന്ന്. ഞാൻ എന്തിനു പറയണം? ഇവിടെ കുറെ ട്രാൻസ്പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട്. ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കണ്ട. ഇവരെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നല്ല, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് മലന്നാൾ കടന്നിട്ട് ഞാനിപ്പോ പൂർണ്ണ പെണ്ണായി, ഞാനിപ്പോ സ്ത്രീയായി, എല്ലാരും പറഞ്ഞിരുന്നു ജാസി സർജറി ചെയ്യൂല, അവസാനം ഞാൻ ചെയ്തില്ലേ,
അപ്പോ ഇത് കേൾക്കുന്ന ജനങ്ങള് ശരി ഇത് ചെയ്തു എന്ന് പറഞ്ഞ ഈ സർജറി എന്താണ്, കാരണം ഓന് എന്താണെന്നുള്ളതിനൊരു വ്യക്തത തന്നിരുന്നില്ല. ഓൻ സുന്നത്ത് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, 2 കാലൊക്കെ വിടർത്തി വെച്ചിട്ടിരുന്നു. നമ്മളങ്ങോട്ട് വിചാരിക്കണം മുറിച്ചിക്കണത് ഓന്റെ കൊലയാണ് എന്നുള്ളത്. ഓനിക്ക് നീച്ചാൻ നീച്ചാൻ മറ്റോൻ, എന്നിട്ട് ഓന്റെ ഒരു ഉമ്മ എടുക്കല്, ഒരു അനുഗ്രഹിക്കല്, മറ്റേ പെണ്ണുങ്ങളെ പ്രസവ റൂമിക്ക് കൊണ്ടുപോകണമാരില്ല ഒരു തുണിയും ചുറ്റി കൊണ്ടു. എന്തിനാ ഇതൊക്കെ? എനിക്കൊരു പിടുത്തമില്ല. ആ 4 തെർമോക്കോള് വെക്കാനോ? അതിനാ ഉണ്ടാക്കിയ ഈ അംഗമൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ പറയുന്നിടത്തല്ലേ കുഴപ്പമുള്ളൂ. എന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചീനാണ് ഓന് മറ്റേ 4 ദിവസം കഴിഞ്ഞപ്പോ തുടങ്ങി ഓന്റെ ഡാൻസും കളി. അപ്പൊ ഈ നാറി വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഇതൊന്നും സത്യമല്ല. അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് എല്ലാരും അതിനനുസരിച്ചിട്ട് നിക്കണേ. ഇവിടെ നോക്കാം, സർജറി കഴിഞ്ഞ മോനാപ്പ അത്. ആദ്യം ഈ തൊലിച്ചുകളില്ലേ, ഏത് ജാസിയെ, അന്റെ ഷെഡിക്ക് എത്ര, അന്റെ അടിപ്പാവാടക്ക് എത്ര, അപ്പൊ ഓൻ 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ പറയുമ്പോ അത് കേട്ടിട്ട് അത് അപ്ലോഡ് ചെയ്യണ ഈ സൈസ് നാറികളെയാണ് ആദ്യം തള്ളേണ്ടത്. കാരണം ഇജാതി വാണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പൊന്തുന്നത്. ഇവന്റെ ഒക്കെ പിന്നാലെ ക്യാമറ പിടിച്ച് തൂക്കി നടക്കണ്ടേ, എന്ത് കാര്യമുണ്ട്? ഇതുകൊണ്ടല്ലേ ഇപ്പൊ ഇത് കേൾക്കണത്. ഓലിക്ക് ഇതിന്റെ അപ്ലോഡ് ചെയ്താൽ ഇട്ടാ മതി. ഈ പറയുന്നത് പച്ച നുണയണെന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ദേഷ്യം വരും. അതാണ് സത്യത്തിൽ ഇതിനൊക്കെ കൊടുക്കാനുള്ള മെയിൻ റീസൺ. ഇവര് കുറച്ച് ആളുകൾ കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഓൾറെഡി ട്രാൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരവരുടെ മര്യാദക്കാ പോണത്, ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ. പക്ഷെ ഇവൻ അങ്ങനെയല്ലല്ലോ. ഇവൻ കൊടുക്കുന്ന മോട്ടിവേഷൻ, ഇവൻ മതം പഠിപ്പിക്കാൻ ഇറങ്ങുക, ഇവൻ വലിയ എന്തൊക്കെ സത്യമുള്ള കാര്യങ്ങൾ ചെയ്യണമാതിരി തൊള്ള പൊളിച്ച് നുണയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഇവന്റെ പിന്നാലെ വേറെ കുറെ മറ്റേ ആളുകൾ ഉണ്ടായിരുന്നു. അതില് മെയിൻ ഒരുത്തം, ഇവനൊക്കെ വരുന്ന കാലത്ത് മെയിൻ ഒരുത്തം ഉണ്ടായിരുന്നു, ഒരു മരം കൊത്തി ദബ്ബം. ഇതാ ഒളഞ്ചലടങ്ങി. ഇതാണ് അവസ്ഥ. ഇവനൊക്കെ മാക്സിമം നോക്കിക്കണു പെണ്ണാകാൻ പറ്റുമെന്ന്. ഇവനൊക്കെ ഞാൻ മുളയിലേ എടുത്തിട്ട് നുള്ളി എറിഞ്ഞിക്കണു. അതുകൊണ്ട് എന്തായി, ആ പാന്റ് ഷർട്ടും അവിടെ നിൽക്കുന്നുണ്ട്. ഓനൊക്കെ പെണ്ണാകാൻ ഓനൊക്കെ പെണ്ണായി വന്ന കോലങ്ങൾ കണ്ട പെറ്റള്ള സഹിച്ചൂല. അജാതി കോലായിരുന്നു. ഇപ്പൊ നോക്കാം, താടി മീശയൊക്കെ വീണ്ടും വെച്ചു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ വന്നോടുകൂടെ ഏറെ കയറ്റി വിട്ടു. ആ പോക്കാണ് പോയിട്ട് ചന്ദ്രനോ നന്നായിട്ട് അങ്ങോട്ട് തിരിച്ചു വന്ന്. ഇപ്പൊ ഈ ഒളഞ്ചല് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമ്മളോനെ പറയാത്തെന്താ, ഓനൊരു ആണിന്റെ വേഷത്തിൽ നടക്കണില്ലേ. ഏത് ഇനിയിപ്പോ എന്തത് മറ്റേ ചൂണ്ടലുമെന്നും മീനിനെ പിടിച്ച് കരയത്ത് കിട്ടാൻ മതി ഇതൊന്ന് ചാടിക്കളിച്ചിരുന്നത് ഒരു കാര്യം പറയുമ്പോ. അത് പോട്ടെ. അല്ല, ഇവനൊക്കെ മെയിൻ ആയിരുന്നു. ഏത് ഈ ജാസിനെ വിളിച്ചിരുന്നത് എന്തായിരുന്നു അറിയോ? ചേച്ചിയെ, താത്ത, അളിയൊക്കെ എവിടെയാണ്? ആരാ അളിയക്ക? ആശി. ഇവലൊക്കെ അളിയൊക്കെയാണ് ആശി. അളിയൊക്കെ പിന്നെ അങ്ങനെ ഇങ്ങനെ പൊങ്ങൂല. അളിയൊക്കെ കുറച്ച് മണ്ടുണ്ട്. ഏത് അളിയൊക്കെ ആവശ്യത്തിനേ പൊന്തുള്ളൂ. കുടുങ്ങുന്ന സമയത്തെ ക്യാമറയുടെ മുന്നിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അളിയൊക്കെ അറിയാം ഇതൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന്. ഈ ജാസിന്റെ കാര്യത്തിൽ പിന്നെ അവന്റെ ബന്ധുക്കാർ കണ്ടാലും കുഴപ്പമില്ല, അവന്റെ പെരക്കാർ കണ്ടാലും കുഴപ്പമില്ല, നാട്ടുകാർ കണ്ടാലും കുഴപ്പമില്ല. ഓനിക്ക് റീച്ചാ മെയിന്. നിങ്ങൾക്ക് കുറച്ചു മുമ്പ് ഞാൻ കാണിച്ചു തന്നില്ലേ, ഏത് എനിക്കിതിന് എങ്ങനെയും രക്ഷപ്പെടണം ഗ്യാസ്, ഇതൊന്ന് നോക്കൂ, അവൻ എന്നെ ചതിച്ചതാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ എങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് കാണിച്ചു തന്നു. അങ്ങനെ ജാസിനെ നാട് കടത്തി എവിടുന്ന് UAE ജാസിനെ നാട് കടത്തിയതിന്റെ പേരിൽ മറ്റവർക്ക് പണിക്ക് പോകാൻ നിർബന്ധനായി. കാരണം റൂം വാടക കൊടുക്കണ്ടേ, നണ്ണണ്ടേ. ജാസിയുടെ ഇതിലിങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ജാസിനോട് പറഞ്ഞു, ഇജ് ഒന്നല്ലെന്നുണ്ടെങ്കിൽ ആ ചുരിദാർ അയച്ചിട്ട് പാന്റും കുപ്പായിട്ട് നടക്ക്, ആണായിട്ട്, അതല്ലെങ്കിൽ ഇവിടുന്ന് നാടുകൂട് എന്നും പറഞ്ഞിട്ട് UAE ഗവൺമെന്റ് അവിടുന്ന് ആട്ടി വിട്ടതാ മോനെ. അന്ന് ഓൻ എന്താ പറഞ്ഞേ, ഞാൻ ലീവിനാ വന്നിക്കണെന്ന്. പക്ഷെ ഇന്ന് ഓൻ എന്താ പറയണേ? അപ്പൊ അവിടെ ഞാൻ ആണായിട്ട് ഫസ്റ്റ് പോയതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും ആണായിട്ട് ഈ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റില്ല. അപ്പൊ പെണ്ണായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിത്ത് ഫീമെയിൽ പാസ്പോർട്ടിൽ എനിക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ ഇത് അന്ന് പറഞ്ഞപ്പോ ഓൻ എന്തേ പറഞ്ഞു? പച്ച നുണയാണ്, എനിക്ക് എപ്പോ വേണമെങ്കിലും ഗൾഫിക്ക് പോകാന്നുള്ളതല്ലേ. ഇത്ര കാലം കഴിഞ്ഞിട്ട് അവന്റെ നാക്കുമെന്ന് ആ സത്യം അറിയാതെ വന്നു പോയത്. ഓൻ ഇതിനു മുമ്പ് ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഓൻ പറഞ്ഞേക്കണോ? ഇല്ലല്ലോ. അപ്പൊ എന്താന്ന് ചോദിച്ചത്, എല്ലാരും അറിഞ്ഞപ്പോ ഓനിക്കത് സമ്മതിക്കല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം എന്താ, അതന്നേ ഞങ്ങൾ അറിഞ്ഞതാണ്. മറ്റേ UAE ഗവൺമെന്റ് ഓനോട് വണ്ടി വിട്ടോളാൻ പറഞ്ഞ ഈ ഭാഗത്ത് കാണുന്ന അന്റെ 3 കാലില് 2 കാലം അവിടെ വെച്ച 1 കാല് ഞങ്ങളാണ് വിട്ടുന്നത്. മനസ്സിലായോ?
ഇപ്പൊ 3 കാലില്ല പെണ്ണല്ലേ. എയർപോർട്ടിൽ നിന്ന് ഇനി ആ 3 കാലുകൊണ്ട് വരണ്ട, ഒന്നല്ലെങ്കിൽ ജാണായിട്ട് വാ, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാലം അവിടെ വെട്ടിക്കളഞ്ഞിട്ട് വാ, പെണ്ണായിട്ടുണ്ട് വാ, എന്നിട്ട് നോക്കാം. പെണ്ണൊന്നും ആവൂല, അത് എന്തായാലും മറ്റേ വോഡാഫോണിന്റെ കോമഡി ഇതിൽ കെട്ടിയ മാതിരിയുള്ള വേഷം തന്നെ ഉള്ളൂ. അല്ലാതെ ഇവൻ എന്ത് പെണ്ണാവണു? ഞാൻ പറഞ്ഞില്ലേ ചക്കക്ക് വരണ്ട ഇതൊക്കെ, എന്നിട്ടും ഈ നാളിക്ക് ഉണ്ടായിട്ടില്ല. ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയും ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതൊന്നും നടക്കണില്ല. ഓനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു തെർമോക്കോൾ മറ്റേ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ പേരിൽ ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ നട്ടം തിരിയ എവിടുക്കാപ്പത് ഓടി വെച്ചിട്ട്. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിനെതിരെ ഓൻ വന്നിട്ട് പറയണേ, ആരാണെന്നോ ഞാൻ ഡോക്ടറെ സ്പെഷ്യലായിട്ട് വിളിച്ചിരുന്നു, ഡോക്ടറും ഞാനും മണിക്കൂറുകളോളം സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവ എങ്ങനെ മെഴുകിയിട്ടും ഇതിന്റെ സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വരികയാണ്. ഈ നാരുടെ തൊള്ളയിൽ തന്നെ വരികയാണ്. അതാ പ്രശ്നം. അതായത് വേറെ ആരെങ്കിലും പറയണമെങ്കിൽ ഓക്കെ, ഇത് ഇന്ന് പറഞ്ഞതല്ലേ ചങ്ങായി, ഇന്ന് പറഞ്ഞത് നാളെ മറക്കുകയാണ്, പിന്നെയും പറയും എന്തെങ്കിലുമൊക്കെ. ഇതാണ് അവസ്ഥ. എന്നിട്ട് ഓൻ പറയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചു, ആരാണെങ്കിൽ കർശന നടപടിക്കും, പിന്നെ കർശന നടപടിക്കും. അപ്പം ഇവനെന്തെങ്കിലും അതിൽ സത്യസന്ധമായിട്ട് പറഞ്ഞിക്കണോ? ആ മറ്റേ സ്റ്റാഫ് അതിന്റെ കാര്യങ്ങളാ പറഞ്ഞിരിക്കണത്. ഇവിടെ അങ്ങനത്തെ ഒരു സർജറി ഇല്ല, ആ നാരി നുണ പറയണമെന്നുള്ളത് സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് അന്ന് അതൊക്കെ ഇങ്ങനെ നോക്കോ, കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതും ഈ ഇതേമാതിരി വരും. ഇപ്പൊ എന്തായി? അന്ന് പറഞ്ഞ മാതിരി തന്നെ ആയില്ലേ, UAE പുറത്തായിക്കുകയാണെന്നുള്ളത്. ആണായിട്ട് ഈ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റില്ല. അപ്പൊ പെണ്ണായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിത്ത് ഫീമെയിൽ പാസ്പോർട്ടിൽ എനിക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. ഇജ്ജ് പെണ്ണായിട്ട് ഇനി UAE കാലുകുത്തി തന്നെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. ഞങ്ങൾ എവിടെയും വെയിറ്റ് ചെയ്തിരിക്കാം. നിങ്ങൾ പെണ്ണായിട്ടൊന്ന് പോണെന്ന് നമ്മക്കൊന്ന് കാണണല്ലോ. ഇവനെ വിളിപ്പിക്കാൻ പറ്റുന്നോലത്തെ എല്ലാരത്തും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിപ്പിച്ചു തരാം. ഇതെന്താ അറിയോ, ഇപ്പൊ ഞാൻ ഓൻ്റെ ഒരു നുണ പൊളിച്ചില്ലേ, അടുത്തതും ഞങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അതൊന്ന് കേട്ടോ. ജാസിന് ആളുകള് കമ്മ്യൂണിറ്റി അല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനാണ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകളിൽ കിടന്ന ജാസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ജാസി ആക്ച്വലി കമ്മ്യൂണിറ്റി ആണ്. ജാസിയുടെ കുറെ ഫാമിലി ഇഷ്യൂസ് കാരണമാണ് ജാസി അത് കുറെ നാൾ ഹൈഡ് ചെയ്തിരുന്നോണ്ട്. കാരണം ജാസി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഫെമിനിൻ ആയ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. പിന്നെ ജാസിയുടെ കുറെ ഇഷ്യൂസ് കാരണം ജാസി അത് ഹൈഡ് ചെയ്ത്. എന്ത് ഇഷ്യൂ ജാസിക്ക്? ഓന്റെ വാപ്പ മരിച്ചാൻ കാത്തിക്കായിരുന്നു. ഇപ്പൊ ഓനാണ് ഖബർക്കുള്ള ദൊയൊക്കെ അഴിക്കടിക്ക് മറ്റേ ആ പാട്ട് വഴിയിലൂടെ ചെയ്യുന്നുണ്ട്. മൂടിയിലെ ഹിമകളാരോ യാ റബ്ബേ ദേഹം പോണല്ലോ, ഇങ്ങനത്തെ ദൊയകളൊക്കെ ഓന് മറ്റേ ഓന്റെ വാപ്പാടെ അച്ഛന്റെ ഖബർക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോ അതാ വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞത് എന്താ, ജാസി ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് ഇങ്ങനെയുള്ളത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി ജാസിക്ക് എന്താ പറയാനുള്ളത് അതും കൂടി ഒന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയല്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പോകുന്നു. ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വ്യക്തിയല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വലിച്ചയക്കരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലും പെട്ട ആളല്ല. എനിക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിന്റെ സപ്പോർട്ടും ഇതും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ പെണ്ണായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്റെ ശരീരങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അല്ലാണ്ട് ജാസി ട്രാൻസ് കമ്മ്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ ജാസി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വന്ന് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ ആരും പറയണ്ട. ഞാൻ നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റി അല്ല. അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന ആൾക്കാരോട് പറയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റി തലയിൽ കൊണ്ടുപോയിടരുത്. എനിക്ക് ആ കമ്മ്യൂണിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? മറ്റുള്ള തിരിയും വെളുപ്പിച്ചതാ. ഞാൻ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളെ കണ്ടിട്ടില്ല. ജാസി ഭയങ്കര ഓർത്തോഡോക്സ് ഫാമിലിയാണ്, മുസ്ലിം ഫാമിലിയാണ്, അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു കഷ്ടപ്പാടിന്റെ ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേന് ഇവൻ പറഞ്ഞത് കണ്ടോ, ഈ നാടിനെ വിശ്വസിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എവിടെയൊരു ഉറച്ച ഓനെ മൈക്ക് പിടിച്ചെടുക്കണം അവൾക്ക് പറയാന്. ഈ ഇല്ലാന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയിപ്പിച്ചാണ്. അതാണ് ഇവറ്റയുടെയൊക്കെ കാര്യം. ഒന്നിനും ഒരു സ്ഥിരതയില്ല. എന്നതിനെ കുറിച്ച് പറഞ്ഞാലോ, നിങ്ങൾക്ക് അസൂയുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് മറ്റേനും വരും. ആസാമുകാരം ഓനവിടെ പണ്ട് ലോറിപ്പണി ഇരുന്നുകൊണ്ടുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ സാരി എടുത്ത് വന്നിട്ട് ഓ ഞങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുക. എന്താ കേട്ടോ ബാക്കി. ഞാൻ നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റി അല്ല. അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന ആൾക്കാരോട് പറയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റി തലയിൽ കൊണ്ടുപോയിടരുത്. എനിക്ക് ആ കമ്മ്യൂണിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനും എനിക്ക് ആശയും എന്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളും അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിന്റെ ഒരാളെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരാളും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. എന്റെ ലൈഫില് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ആദ്യം ഇത്രയും മറ്റേ വലിയൊരു സംഭവമാക്കിയെടുത്ത ആ അക്കട ആ ഏട്ടന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കാണ് ഞാന്. എന്തൊക്കെ തരാൻ പൊന്തിച്ചലായിരുന്നു. അതൊക്കെ പൊന്തിച്ചിട്ട് അവസാനം ഒറ്റടല കൊടം. ഇതാണ് ഇപ്പൊ അവസ്ഥ ഉണ്ടായത്.
അപ്പോ ഇവനെ താങ്ങാനും ഇവന് തണലായി നിൽക്കുന്ന ഫാൻസുകാരോടാണ് ഞാൻ പറയുന്നത്, ഈ നാറിനങ്ങളെ വിശ്വസിക്കരുത്, പെരുങ്കള്ളനാ, അത് നിങ്ങൾക്ക് പിന്നീട് തിരിയും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറെക്കുറെയൊക്കെ സത്യസന്ധമായിട്ട് ഓന്റെ തൊള്ളിയിൽ തന്നെ വന്നില്ലേ. അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു, എന്തിനാ നുണങ്ങനെ പറയുന്നു, എന്തിനാ ഓനെ കുറിച്ച് പറയുന്നു എന്ന് ആളുകളൊക്കെ ഇപ്പൊ ഉണ്ടാതിരിക്കുക. ഓനൊക്കെ ഇപ്പൊ എവിടെയാവോ, കക്കൂസിൽ വല്ല കാജാബീഡിയും വലിച്ചിരിക്കുന്നുണ്ടാവും. അതാണ് ഇപ്പൊ ഓലൊക്കെ അവസ്ഥ. ഇവനക്ക് വേണ്ടി ആരൊക്കെ സപ്പോർട്ട് ചെയ്തോ ഓലൊക്കെ എയറിലാണ് ഇപ്പോ. പിന്നെ സപ്പോർട്ട് ചെയ്യും ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇവന്റെ നരമ്പിന്റെ അസുഖമുള്ള, ഇതേ നരമ്പുള്ള അസുഖമുള്ള കുറച്ച് ആളുകളുണ്ട്, പകൽമാന്യന്മാര്. ഓല് സപ്പോർട്ട് ചെയ്യും. ഓലാണ് സപ്പോർട്ട് ചെയ്തോട്ടെ, ഓലൊന്ന് രംഗത്തേക്ക് വരട്ടെ, അപ്പൊ നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാം. ഫേക്ക് അടിയിൽ ആർക്കും എന്തും പറയാം. പക്ഷെ രംഗത്തേക്ക് വരുമ്പോഴേ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ന്യായം. ഇവൻ ഈ കല്യാണത്തിന് പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു. പക്ഷെ ഡാൻസിന്റെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇവന്റെ ഐഡന്റിറ്റി ഓലെന്നെ പുറത്തു വിട്ടു. അതാ കേട്ടോ, അതോ ആ മണി സൗണ്ടാണ് കേട്ടു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഏറെക്കുറെ പിടുത്തം കിട്ടിയില്ലേ. അപ്പൊ ഓലൊക്കെ തന്നെയാണ് ഓല കള്ളികൾ മുഴുവൻ പൊളിക്കണത്. നമ്മളാരും അല്ല. നമ്മളെന്തെങ്കിലും ഓല അഭിപ്രായം ഉണ്ടെങ്കിൽ അതിന് മറുപടിയെ കൊടുക്കണുള്ളൂ. അതങ്ങനെ കണക്കൂട്ടിയാൽ മതി. ഇനി അവന്റെ അടുത്ത തവണ കേൾക്കണം. ഇതാ ഗോൾഡ് മുഴുവൻ ചൊറിയാണ്, സെറിയല്ല. ഇനി ഇതിന്റെ യഥാർത്ഥത്തിൽ ഓൺലൈനിൽ വില നോക്കിയത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാ ഓൺലൈനിൽ ഇട്ടത്. നമുക്ക് 2 lakh അല്ല റേറ്റ് വരുന്നത്, നമുക്ക് 1800 ആണ് വരുന്നത്. പുള്ളിക്കാരി ഒരു തമാശയ്ക്ക് മീഡിയയുടെ അടുത്ത് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് നമ്മുടെ വരുന്ന റേറ്റ് ഇതാണ് കേട്ടോ, 1800 ആണ്. പക്ഷെ സാരി ഒക്കെ സെയിം തന്നെയാണ്. ബ്ലൗസ് സ്റ്റിച്ചിങ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 1800 രൂപയുടെ സാരി എടുത്തും കൊണ്ട് വന്നിട്ടാണ് പറയുന്നത് 2 lakhs എന്ന്. ഇവന്റെ കണക്കിൽ എന്താ അറിയോ, ഇത് പൊളിഞ്ഞ തമാശ, പൊളിഞ്ഞില്ലേ അത് സീരിയസ്, അത് സത്യം. ഇത്രയേ ഉള്ളൂ അവന്റെ ഓരോന്ന് സംഗതികൾ പുറത്തു വിടുന്നത്. അപ്പൊ 2 ലക്ഷം എന്ന് വിചാരിക്കണോല് 2 ലക്ഷം എന്ന് വിചാരിക്കുക. അല്ല, ഇതിന്റെ സത്യം തേടിപ്പോയോ എനിക്ക് അതിന്റെ സത്യം അറിയാം. 1800 രൂപയുടെ അതിന്റെ പിന്നാലെ ജാക്കറ്റിന്റെ സീലിന്റെ ഇത്ര ഫ്രീ. ഇത് ഓനാ പറഞ്ഞു, ഓനിക്കായിട്ട് സ്പെഷ്യലായിട്ട് തുന്നിയതാണെന്ന്. അപ്പൊ അതാരെങ്കിലും ഒരാൾ വിശ്വസിച്ചാൽ അതോന്റെ വിജയമാണ്. അത്രേ ഓൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ നാരി കുറച്ച് മുമ്പ് പറഞ്ഞു, എന്ത് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് എന്നോട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു സുഖമായിട്ട് സുഖം പ്രാപിച്ച് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. നിങ്ങളിപ്പോ കേട്ടില്ലേ കുറച്ച് മുമ്പ്. ഞാൻ ഇതിനെ കൊണ്ട് റിപ്പീറ്റ് അടിപ്പിക്കാൻ വയ്യായിട്ടാണ് ഞാൻ കുറച്ച് മുമ്പ് ഞങ്ങൾക്ക് വെച്ച് തന്നിരുന്നു. ഏത് ഈ പറയുന്നത്. അല്ലാണ്ട് അവനായിട്ട് തുറന്ന് കാണിച്ചു കൊടുത്തല്ല, പെണ്ണ് പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ ഇവൻ ലൈവിൽ വന്നിരുന്നിട്ട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിതാ ഉണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്. ഈ നാറി അങ്ങോട്ട് വിളിച്ച് കാണിച്ചു കൊടുത്തിക്കാണ്. എന്നിട്ടിപ്പോ സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടോട് കൂടാൻ പറയണ. ആ കുട്ടി വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു സുഖം പ്രാപിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്ന്. നാറി നുണയുടെ 5 ആശാനാ. ഇവനെ കുറിച്ച് ഇങ്ങൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചെരുപ്പ് ചളിയിൽ മുക്കി തല്ലും. അത്രക്ക് വലിയ നാറിയാണ് ഇവന്. ഒരു ഉളുപ്പും നാണവമാനുള്ളത് ഇത് വീണ്ടും 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 ഇങ്ങനെ പറയാം. നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ഈ പാവം കരുതുന്നുള്ളൂ. ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളൂ കേട്ടോ. ഇങ്ങളൊക്കെ മക്കളെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ അത്ര മെസ്സേജുകൾ വരുന്നുണ്ട്. ഇവൻ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം ഉമ്മമാരോട് മക്കൾ ചോദിക്കുമ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന ഒരു ഉമ്മാക്കും ഒരു പിടുത്തവും കിട്ടണില്ല. ഇതിനെങ്ങനെ ന്യായീകരിക്കും? ചെറിയ മക്കളുടെ മുന്നിൽ ഇവൻ ചെയ്യുന്ന ശരികളെ അല്ലെ ഇവൻ ചെയ്യുന്ന തെറ്റുകളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഈ മക്കളെ എന്നുള്ളത് ഓർത്തിട്ടാണ് ഇന്നത്തെ പല ഉമ്മമാരുടെയും ടെൻഷൻ. അതിനൊക്കെ ഈ നാറി തുറന്നു കഴിഞ്ഞാൽ ഇവനാണ് ഇതില്. ഈ ഒരു ഇതിനുള്ള ഓൻ സാരി എടുത്തു, ഓൻ ഷെഡിട്ടു, ഓൻ ബ്ലൗസ് തുന്നിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്നോട് വളരെ ലളിതമായിട്ടാ പറയുന്നത്. ചക്കക്ക് വളയിലുണ്ടായിടാ, എന്നിട്ടും അനക്കുണ്ടായില്ലല്ലോ, ഉണ്ടാവൂല. എന്നിട്ട് അതിനൊരു ഉദാഹരണമായിട്ട് ഒരു ഇത് കാണിച്ചു കൊടുത്തിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് നോക്കി. കുട്ടിനെ മുഖം കാണിക്കാത്ത ഒന്നുമല്ല, ഈ കുട്ടിനെ കാണിക്കണ്ട. ഇവനെ പോലത്തെ ഒരു നാറിയുടെ വീഡിയോയില് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടീനെ ഞാൻ മുഖം ഫേസ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ കുട്ടിനെ ഒരു ട്രാൻസ് ആണ് പ്രസവിച്ച് എന്നുള്ള വാദ. പക്ഷെ നിങ്ങൾക്ക് ഇനി വേറെ കാര്യം കേൾക്കണോ? ഈ കുട്ടിനെ പ്രസവിച്ചിക്കണേ ഈ കുട്ടിയുടെ അച്ഛനെ എന്ന് പറയുന്ന പെണ്ണ് ആണായി മാറിയ ഒരു വ്യക്തിയാ. ആള് മരണപ്പെട്ടു. പക്ഷെ അത് പെണ്ണായിരുന്നു. അതുകൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് അച്ഛൻ പ്രസവിച്ച ഒരു മോളാണ്
എന്നുള്ള ഒരു പേരടക്കം ഈ കുട്ടിക്കുണ്ട്. അതെന്താണ്? അവിടെ അമ്മ ആണും അച്ഛൻ പിന്നെ പെണ്ണുമാണ്. നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ കാര്യങ്ങൾ വന്നിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ പ്രസവിച്ചു എന്ന് പറയുന്നവരോട് അത് സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് മാറി വന്നതാണ്. അപ്പോഴും ആ ഗർഭപാത്രം അവിടെ ഉണ്ട്. അതെടുത്ത് കളയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ നേരത്താണ് അതും കണ്ടുകൊണ്ട് ഇവൻ അലുമിനിയ പാത്രം കൊണ്ട് വന്നിക്കണത്. ഓപ്പ പെറെന്നും പറഞ്ഞിട്ട് ഓപ്പ പേറ് തന്നെ ചെയ്യും. ആ പേറ് നമ്മൾ കണ്ട തന്നെ അത് പേറിയും കൊണ്ട് നടക്കുകയുള്ളൂ. ഇവന് ഈ സർജറി കഴിഞ്ഞിട്ട് ഓന് പിന്നാലെ ഒരുത്തിനും കൂടി ആക്കിയിരിക്കണു. അതെന്ന് ഇവൻ വിചാരിച്ച എന്താ അറിയോ? ഇവന്റെ സർജറി കഴിഞ്ഞപ്പോൾ കിടക്കുമ്പോ ആശി മറ്റേ തുടക്കവും മടിക്കും ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ കൊണ്ടുപോയി ഇവന്റെ അണ്ണാക്ക് കൊടുക്കുന്ന അവൻ വിചാരിച്ചത്. പക്ഷെ ഇവൻ പറഞ്ഞ ആ മുറിയൊന്നും കാണാൻ എന്നെ കൊണ്ട് കഴിയൂല, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, എന്നോട് കഴിയൂല, അതുകൊണ്ട് വേറെ ആളെ ഏൽപ്പിച്ചോന്നും പറഞ്ഞിട്ട് ഓൻ ന്യൂട്രലില് ഓന്റെ തടി തപ്പിക്കണം. എന്നിട്ട് അതിന് ന്യായീകരിക്കണ കേട്ടോ വേണമെങ്കിൽ. പേഴ്സണലി ഇപ്പൊ എനിക്കറിയാം ആഷിക്ക് ഇപ്പൊ എന്റെ ശരീരഭാഗത്ത് മുറിവുകളും സ്റ്റിച്ചുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അത്യാവശ്യം കാണുമ്പോൾ തന്നെ പേടിയിൽ തോന്നുന്ന രീതിയിലേക്കായിരിക്കും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാവുക. അപ്പൊ ആഷിക്ക് ഭയങ്കര പേടിയാണ് തൊടാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ. അവനക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പൊ അവൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ, ഇൻഫെക്ഷൻ ആവോ, അങ്ങനെയൊക്കെ ഒരു പേടി അവനക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൻ പൊതുവെ അങ്ങനെ വരാറില്ല. അധികം ഇവളാണ് എനിക്ക് അവിടെയൊക്കെ മുറിവ് തുടച്ചു തരാറും ഓയിൽമെന്റും അതേപോലെ മെഡിസിൻ ഒക്കെ എടുത്തു തരാറ് അധികം എനിക്ക് ഇവളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. ആഷിക്ക് പേഴ്സണലി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ സ്പർശന സുഖം. ഒരു പെണ്ണിനെ ആക്കിയിട്ട് ഓൻ ഈ 4 തെർമോക്കോള് ഒട്ടിച്ചോടത്ത് ഓനിക്ക് ഇനി അവിടെ എന്തൊക്കെ പേസ്റ്റ് പെയിന്റ് അടി എല്ലാം അവിടെ ചെയ്യുന്നത്. ആഷിക്ക് പേടിയല്ലേ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പാടെ പ്രായമുണ്ട് ആഷിബനും തമ്മിൽ, മനസ്സിലായി? വാപ്പിയും മകനും തമ്മിലുള്ള പ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ കുട്ടികളെ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇജൻ്റെത് ഇങ്ങനെ തുടരെ. എന്നാ പോട്ടെ. എന്നാലിപ്പോ ഞാനതല്ല അയച്ചത്, ചക്കക്കുണ്ടായിട്ടും ഈ കാക്കാക്കുണ്ടായില്ലല്ലോ എന്നാണ്. പോട്ടെ എന്നാ.